സ്വാമിയേ ശരണമയ്യപ്പ. ഇത് കർക്കിടക മാസത്തെ പമ്പ കാഴ്ചകളാണ്. ഇന്ന് പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മല കയറുന്ന വീഡിയോയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ അതിശക്തമായ തിരക്ക് കാണേണ്ടതാണ്. തിരക്ക് തീരെ കുറവാണ്. ഈ വീഡിയോ ശരിക്കും ഞാനൊരു 4 മണി തൊട്ട് സന്നിധാനത്തുനിന്ന് വീഡിയോ എടുത്ത് പമ്പേ വന്നതാണ്. ഭക്തരായ എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ പമ്പയിൽ നിന്ന് മേപ്പോട്ടുള്ള വീഡിയോ കണ്ടാലേ ആ മല കയറുന്ന ആ ഒരു ഫീലിംഗ് മനസ്സിൽ വരത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി കയറി പോകുന്നത് എഡിറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം കർക്കിടക മാസത്തിൽ പമ്പയിൽ കാല് കുത്താൻ ഇടമില്ലായിരുന്നു. അതുപോലെ സ്വാമിമാരായിരുന്നു. എന്തുകൊണ്ടോ ഇപ്പം മിക്ക ദിവസങ്ങളും ഞാൻ ശബരിമല വരുമ്പം അമിതമായ തിരക്കേ ഇല്ല. സാധാരണ ഇത് കർക്കിടക 1-ാം തീയതി എടുത്ത വീഡിയോയാണ്. ഈ പമ്പയിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയം സന്ധ്യയാണ്. ആ സന്ധ്യ സമയത്തെന്ന് പറഞ്ഞാൽ അതിശക്തമായ തിരക്ക് വരേണ്ടതാണ്. തിരക്കേ ഇല്ല. ഇനി മല കയറി മേപ്പോട്ട് പോകുമ്പോഴും സന്നിധാനമൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതിശയിക്കും. കാരണം നേരത്തെ ശബരിമലയ്ക്ക് വന്നിട്ടുള്ള ഭക്തർ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ആ കാഴ്ചകൾ കാണുമ്പം നിങ്ങൾക്ക് തന്നെ അതിശയം വരും. ഇതെന്താ സംഭവം, എന്ത് സംഭവിച്ചു എന്ന്. ഭക്തർ തീരെ കുറവാണ്. ഇത് സ്വാമി അയ്യപ്പൻ റോഡാണ്. പിന്നെ ഒരു കാര്യം, സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോയാലും നീലിമല വഴി പോയാലും ആ വഴി വിട്ട് സൈഡിലോട്ടൊന്നും പോകല്ല്. നമ്മുടെ ഈ രക്തം ഊറ്റി കുടിക്കുന്ന കൊളാട്ട, ചിലയിടത്ത് കണ്ണട്ടയെന്ന് പറയും. പിന്നെ ഓരോ ഭാഗങ്ങളിൽ അതിന് ഓരോ പേരാ പറയുന്നത്. പുഴുവിൻ്റെ കൂട്ടിരിക്കും. പുഴുവിൻ്റെ കൂട്ടിരിക്കുമെന്നല്ല, പുഴുവിൻ്റെ കൂട്ടാണ്. അത് ശരിക്ക് കടിക്കുന്നുണ്ട്. എനിക്ക് 3 എണ്ണം എന്നെ കടിച്ചു. അത് കടിച്ചു കഴിഞ്ഞാൽ അതികഠിനമായ ചൊറിച്ചിലുമായിരിക്കും. യാദൃച്ഛമായിട്ട് കടിച്ചത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിച്ചു പറിച്ച് കളയല്ല. അടുത്ത് കടയിൽ നിന്ന് വല്ലതും ശാലം ഉപ്പ് മേടിച്ച് എൻ്റെ മണ്ടക്കോട്ടിടണം. ഇത് പിടിവിട്ടങ്ങ് പോവും. പക്ഷേ എന്നിരുന്നാലും അതിശക്തമായ ചൊറിച്ചിലായിരിക്കും. അത് വീട്ടിൽ ചെന്നിട്ട് ശകലം വേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരച്ച് 2 ദിവസം ആ കടിച്ചെടുത്തോട്ട് പുരട്ടിയാൽ മതി. ചൊറിച്ചിൽ മാറും. അല്ലെങ്കിൽ ചൊറിഞ്ഞ് ആ ഭാഗം വ്രണമാകും. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് സ്വാമി അയ്യപ്പൻ റോഡാണ്. പിന്നെ ഞാൻ മല കയറിപ്പോയത് നീലിമല വഴിയാണ്. നമ്മൾ കയറിപ്പോകുന്നത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഇറങ്ങി വരുന്നത് ഈ മഴ സമയത്ത് വളരെ ഡേഞ്ചറാണ്. അത് ഭയങ്കരമായിട്ട് തെറ്റുന്നുണ്ട്. നമുക്ക് കയറിപ്പോകുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങി വരുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം വരാൻ. കാരണം എൻ്റെ കൺമുമ്പിൽ തന്നെ ഒരു 3-4 അയ്യപ്പസ്വാമിമാർ വീഴുന്ന ഞാൻ കണ്ടു. ഭക്തർ ചവിട്ടുന്ന ഈ ചള്ളയും എല്ലാം കൂടെ ആയി കല്ലേലെല്ലാം ഭയങ്കര തെറ്റലാണ്. മേപ്പോട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങി വരുമ്പം വളരെ ശ്രദ്ധിക്കണം. ഇറങ്ങി വരുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്വാമി അയ്യപ്പൻ റോഡ് വഴി വരുന്നതാണ് നല്ലത്. മറ്റേത് അത്ര പന്തിയല്ല ഇറങ്ങി വരുന്നത്. അങ്ങനെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. വേണോട്ടോ, ഈ റൂട്ടേ വന്നു കഴിഞ്ഞാൽ ഡോളിക്കാരും ട്രാക്ടറുകാരും നിറച്ച് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ ഒരെണ്ണം പോലും വന്നില്ല. ഡോളിക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് വരുന്നുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചു. അന്നേരം പറഞ്ഞു, ഭക്തരെല്ലാം തീരെ കുറവായ ചേട്ടാ. അവർക്കും അവരുടെ ഇത് പറയുമ്പം ജോലി നടക്കുന്നില്ല. അവർക്കും വയ്യാത്തവരെ ചുമന്ന് കൊണ്ടുപോകുന്നതാണല്ലോ അവരുടെയും ശമ്പളം. ഭക്തരില്ലാത്തതുകൊണ്ട് അവർക്കും വർക്ക് കുറവാണ്. അങ്ങനെ മരക്കൂട്ടമായി
ഇതാണോ, ഇവിടെ ഒന്നും ആളില്ല. സന്നിധാനം വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലല്ലോ. പോട്ടെ, മറ്റൊരു നട തുറന്നൊരു 3-4 ദിവസം കഴിഞ്ഞാണെങ്കിൽ സാരമില്ലെന്ന് നോക്കാം. ഇത് 1-ാം തീയതി ദിവസമായിട്ട് പോലും ഭക്തർ തീരെ കുറവാണ്. സാധാരണ ഇതുവഴി ഭക്തർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ച് പോകുന്ന വഴിയായത്, നമ്മുടെ ആ മരക്കോട്ട മുതൽ സന്നിധാനം വരെ. ഇന്ന് പിന്നെ നമ്മുടെ മറ്റേ ആശാന്മാരെ കണ്ടില്ല, നമ്മുടെ കരിങ്കുരങ്ങ്. മഴയായതുകൊണ്ട് ഉൾവലിഞ്ഞാന്നോ എന്തോ ഒന്നിനെയും കണ്ടില്ല. സാധാരണ ഒരാളെങ്കിലും കാണുന്നതാണ്. ഞാൻ മല കയറിപ്പോയപ്പോൾ 2 എണ്ണത്തിനെ കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതേയില്ല. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കുട്ടികളൊക്കെ തീരെ കുറവായിരുന്നു. ഇത് മലയാളികളൊക്കെ തീരെ കുറവാണ്. എല്ലാം കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, പോണ്ടിച്ചേരി ഒക്കെ ഉള്ളവരാണ്. അല്ലേലും ഞാനിപ്പോൾ പോകുമ്പോൾ അധികം മലയാളികളെ അങ്ങനെ അധികം കാണാറേ ഇല്ല. കാണാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് കേൾക്കാമല്ലോ അത് മലയാളികളാണ്. അങ്ങനെ അധികം കേൾക്കാറേ ഇല്ല. എല്ലാം അന്യഭാഷക്കാരാണ്. ഇപ്പം എൻ്റെ ഭക്തരെല്ലാം അന്യഭാഷക്കാരാണ്. ഞങ്ങളുടെ കാല് രണ്ടും വയ്യാത്തൊരു സ്വാമിയാണ്, മലയാളിയാണ്. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഇനി ആ ചേട്ടൻ്റെ ഇതില്ലാതെ നമ്മൾ വീഡിയോ എടുത്തിന് ചേട്ടനെ കളിയാക്കാൻ വേണ്ടി ചെയ്താന്ന് ഓർത്താലോ എന്ന് ഓർത്ത് ഞാൻ ചോദിച്ചതിന് ശേഷം എടുത്തതാണ്. വേണ്ട, നടപ്പന്തലിലോട്ട് ഇറങ്ങുന്ന ഇവിടെ ഒന്നും ആളില്ല. ഭക്തരേ തീരെ കുറവാണ്. ഇനി കർക്കിടക മാസമൊക്കെ ആയി ഇവിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ള ധാരണയിൽ സ്വാമിമാർ വരാത്തതാണോ എന്നും പറയാൻ പറ്റത്തില്ല. ഇതാണോ, ഗ്രില്ലിലെങ്ങും ആളില്ല. ഈ നിൽക്കുന്ന ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഭക്തരേ ഉള്ളൂ. ഞാൻ നട അടച്ച വീഡിയോ ആണ് മുകളിൽ നിന്ന് എടുത്തത്. അവിടുന്ന് നടന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് നട തുറന്നു. 10 മിനിറ്റ്, അതായത് 4 മണിക്ക് നട തുറന്നു. പടിപൂജ ഉള്ള ദിവസം 4 മണിക്ക് നട തുറക്കും. ആ ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭക്തരില്ല. വരുന്ന ഭക്തന് പതുക്കെ നടന്ന് ഓരോ പടിയും തൊഴുത് അയ്യപ്പ സന്നിധി ചെന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് മനസ്സിൽ എന്തൊക്കെ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞ് സമാധാനമായിട്ട് മറ്റ് വഴിപാടും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇറങ്ങിപ്പോരാം. സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിലെ 1-ാം തീയതി ഉച്ച കഴിഞ്ഞുള്ള ശബരിമലയിലെ വിശേഷങ്ങൾ.